ഒരു ഗെയിമിംഗ് പിസി പണിയുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുന്നു. ആ ബഡ്ജറ്റിന് പറ്റുന്ന മാക്സിമം അങ്ങേയറ്റം ഒരു പിസി പണിയുന്നു. ഇതാണ് യൂഷ്വലി നടക്കാറ്. പക്ഷെ എൻ്റെ അഭിപ്രായം ഇത് ഓക്കെയാണ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തില് ഇങ്ങനെ പണിയുന്നതിനേക്കാളും ഭേദം ഒരു 4 കാര്യങ്ങള് ആലോചിച്ചിട്ട് എന്നിട്ട് നിങ്ങൾ പാർട്സ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വേണം എപ്പോഴും ഒരു ഗെയിമിംഗ് പിസി പണിയാൻ. അപ്പോൾ ഇതെൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ടൈപ്സ് ഓഫ് ഗെയിംസ്. ഏത് ടൈപ്പ് ഗെയിമാണ് നിങ്ങൾ കളിക്കാൻ വേണ്ടി പോകുന്നത്? യൂഷ്വലി 2 ടൈപ്പാണുള്ളത്. അതായത് സിംഗിൾ പ്ലെയർ സ്റ്റോറി മോഡ് ഗെയിംസ്. അതിൽ ഗ്രാഫിക്സ് ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. പിന്നെ ഒന്ന് ഈ മൾട്ടി പ്ലെയർ ഇ സ്പോർട്സ് ലെവലുള്ള ഈ കോമ്പറ്റിറ്റീവ് ഗെയിംസ്. വാലോറാന്റ്, പബ്ജി ഇങ്ങനത്തെ ഗെയിംസൊക്കെ. അപ്പോൾ ഈ 2 ഇതിലും ഈ സിംഗിൾ പ്ലെയർ ഗെയിം ഈ സ്റ്റോറി മോഡ് ഗെയിംസിൽ ഗ്രാഫിക്സ് കാർഡാണ് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് നല്ലൊരു ബഡ്ജറ്റിൽ നല്ലൊരു എമൗണ്ട് ഗ്രാഫിക്സ് കാർഡിന് കൊടുത്തിട്ട് ഈ ഗ്രാഫിക്സ് കാർഡിനെ കോമ്പൻസേറ്റ് ബോട്ടിൽനെക്ക് എന്നാണ് അതിനെ പറയുന്നത്. അതായത് ഗ്രാഫിക്സ് കാർഡിന് ക്ഷമത്തിനനുസരിച്ച് മാത്രമുള്ളൊരു CPU കൊടുക്കുക. അതല്ലാതെ നിങ്ങൾ ഒരു എന്താ പറയുക ഈ വാലോറാന്റ് പോലത്തെ അല്ലെങ്കിൽ പബ്ജി പോലത്തെ ഗെയിംസൊക്കെയാണ് നിങ്ങൾ കളിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻസ് FPS-ലാണ്, അതായത് ഫ്രെയിംസ് പെർ സെക്കൻഡ്. അപ്പോൾ ഈ ഒരു സംഭവം CPU ഇൻറ്റൻസീവ് ആണ്. അതായത് ഗ്രാഫിക്സ് കാർഡിനേക്കാളും കൂടുതൽ CPU ആണ് യൂസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ അവിടെ ബഡ്ജറ്റ് നിങ്ങൾ പാർട്സ് സെലക്ട് ചെയ്തെടുക്കാൻ നേരത്ത് CPUക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഇത് ഈ ബഡ്ജറ്റ് അലോക്കേഷൻ നിങ്ങൾ ഏത് ടൈപ്പ് ഗെയിമാണ് കളിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് ആലോചിച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു സംഭവം തീരുമാനിക്കേണ്ടത്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റെസൊല്യൂഷൻ. 1080p, 2K അല്ലെങ്കിൽ 1440p അല്ലെങ്കിൽ 4K ഗെയിമിംഗ്. ഈ 3 റെസൊല്യൂഷനാണ് ഉള്ളത്. അതിൽ 1080p ആണ് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ്. ബേസിക് ആയിട്ടുള്ള ബഡ്ജറ്റ് വെച്ചിട്ട് നമ്മൾ ഗെയിമിംഗ് പീസ് പണിതിട്ടുണ്ടെങ്കിൽ 1080p റെസൊല്യൂഷനാണ് ഇതിന് ഏറ്റവും നല്ല ഒരു എക്സാമ്പിൾ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 1080p ഗെയിമിംഗ് PC എന്ന് പറയുന്നത് ഒരു കോമ്പറ്റിറ്റീവ് ലെവലിലുള്ള ഒരു ഗെയിമിംഗ് PC ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നിങ്ങളുടെ ബഡ്ജറ്റ് ചെറുതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ ആണെന്നുണ്ടെങ്കിൽ 1080p ഗെയിമിംഗ് PC ആണ് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റോറി മോഡ് പ്ലെയർ ആണ്. നിങ്ങൾക്ക് ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിർത്തി ഈ ആ ഗെയിമിൻ്റെ എൻവയറമെൻ്റ് ഒക്കെ നോക്കി എൻജോയ് ചെയ്ത് മിഷൻസിലൊന്നും പോവാതെ എന്താ പറയുക ആ ഒരു ഗെയിം വേൾഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരാളാണെങ്കിൽ ഗ്രാഫിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 1440p നല്ലൊരു ബാലൻസ് ആണ്. 4Kയുടെയും 1080pയുടെയും ഇടയിൽ വെച്ചിട്ട് 1440p നല്ലൊരു ബാലൻസ് ആണ്. ഗ്രാഫിക്സ് കാർഡിന് അത്യാവശ്യം രീതിയിലൊരു എന്താ പറയുക ഒരുപാട് സ്ട്രെസ് വരുന്നില്ല 1440p ആണെന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ റെസൊല്യൂഷൻ നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 1080p ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1440p അല്ലെങ്കിൽ 4K നല്ല ഹൈ ലെവൽ ഗ്രാഫിക്സ് കാർഡ് ആവശ്യമുള്ള ഒരു റെസൊല്യൂഷനാണ്. അപ്പോൾ ബഡ്ജറ്റ് നല്ല രീതിയിൽ അങ്ങോട്ട് പോകും. അതേപോലെ തന്നെ 4K വെച്ചിട്ട് ഒരിക്കലും ഈ കോമ്പറ്റേറ്റീവ് ഗെയിംസ് കളിക്കരുത്. 1080p മതി അതിനൊക്കെ. മൂന്നാമത്തെ കാര്യം നിങ്ങൾ ഈ മോണിറ്റർ സെലക്ഷനാണ്. കുറേ ടൈപ്പ് ഗെയിമേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റോറി മോഡ് കളിക്കുന്നവരെല്ലാവരും മോണിറ്റർ യൂസ് ചെയ്യണമെന്നില്ല. ചിലർ ലിവിംഗ് റൂം ടിവിയിൽ സെറ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ ഒരു ലിവിംഗ് റൂം നല്ലൊരു TV ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഡെസ്ക് സെറ്റപ്പ് ഇതേപോലത്തെ ഒരു മോണിറ്റർ വെച്ചിട്ടാണെന്നുള്ള ഈ ഒരു മോണിറ്റർ സെലക്ഷനിൽ യൂഷ്വലി സംഭവിക്കുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗെയിമിംഗ് PC പണിയാൻ നേരത്ത് മാക്സിമം അങ്ങേറ്റം ബഡ്ജറ്റ് ഫുള്ള് നമ്മൾ നല്ലൊരു PC പണിതെടുക്കും. പക്ഷേ എത്ര പവർഫുൾ PC ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടി പോകുന്ന ഒരു മോണിറ്ററിലാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മോണിറ്ററും നല്ലൊരു എന്താ പറയുക ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് സിംഗിൾ പ്ലെയർ ഗെയിംസ് ആണ് ഈ സ്റ്റോറി മോഡ് ഗെയിംസ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് ഹേർട്സ് എന്ന് പറയും. മോണിറ്റർ എത്ര FPS കാണിക്കുന്നത് നമ്മുടെ മോണിറ്ററിൽ എത്ര ഹേർട്സ് എന്നുള്ള ഒരു സംഭവത്തിന് കണക്കിലാണ്. അപ്പോൾ ഒരു 100-120 ഹേർട്സ് ആണെങ്കിൽ പോലും ധാരാളമാണ്. അതേസമയം നിങ്ങൾ സിംഗിൾ പ്ലെയർ കോമ്പറ്റേറ്റീവ് ഗെയിംസ് കളിക്കുന്ന ഈ സ്പോർട്സ് ലെവലാണെന്നുണ്ടെങ്കിൽ 100 ഹേർട്സ് ചിലപ്പോൾ നിങ്ങളുടെ സ്കില്ല് വെച്ചിട്ട് അത് മതിയാകാതെ പോകും. അപ്പോൾ ഈ ഒരു മോണിറ്ററിൽ ചിലപ്പോൾ അതിന് പ്രൈസ് കൂടുതലായിരിക്കും. ഹൈ റിഫ്രഷ് റേറ്റ് മോണിറ്ററുള്ള ആ ഒരു പ്രൈസിന്. അപ്പോൾ ഇത് നിങ്ങളുടെ ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു ഭാഗം ഇങ്ങനെ ആലോചനയിൽ ഉണ്ടാവണം. ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് അപ്ഗ്രേഡ് പാത്ത്. ഇപ്പോൾ എൻ്റെ ഒരു ബഡ്ജറ്റ് ഒരു 50,000 രൂപയാണെന്ന് വിചാരിക്കുക. അത് PC വേൾഡിൽ വളരെ 1080p ഗെയിമിങ്ങിൻ്റെ ഒരു ബഡ്ജറ്റാണ്. അതും ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ബഡ്ജറ്റാണ്. PC ഗെയിമിങ് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഹോബിയാണിത്. അപ്പോൾ ഒരു 50,000 രൂപ ബഡ്ജറ്റിൽ എനിക്ക് ആ ഒരു ബഡ്ജറ്റിൽ എനിക്ക് മാക്സിമം ടോപ്പ് ലെവൽ ഗെയിമിംഗ് PC മാത്രമേ, അതായത് ഇന്നത്തെ ആ ഒരു 50,000 രൂപ ഇന്ന് എത്ര ഹൈ ലെവൽ PC തരാൻ പറ്റുമോ എൻ്റെ അഭിപ്രായത്തിൽ ആ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യണം. അതല്ല നിങ്ങളുടെ ബഡ്ജറ്റ് 1,00,000 രൂപ മേലെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1,00,000 ആണെന്നുണ്ടെങ്കിൽ അതൊരു ട്രിക്കി ബഡ്ജറ്റാണ്. നിങ്ങളെപ്പോഴും ഒരു അപ്ഗ്രേഡ് പാത്ത് വെച്ചിട്ട് വേണം PC പണിതെടുക്കാനായിട്ട്.
പവർ സപ്ലൈ ഇത്തിരി കൂടുതൽ വാട്ട്സിൻ്റെ മേടിച്ച് വെക്കുക. കാരണം ഫ്യൂച്ചറിൽ ഇൻ കേസ് നിങ്ങൾ ഗ്രാഫിക്സ് കാർഡ് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പവർ സപ്ലൈ അപ്ഗ്രേഡ് ചെയ്യാതെ ഗ്രാഫിക്സ് കാർഡ് മാത്രം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റണം. ഒരു മദർ ബോർഡ് സെലക്ട് ചെയ്യാൻ നേരത്ത് ബേസിക് ചീപ്പ് ക്വാളിറ്റി മദർ ബോർഡ് സെലക്ട് ചെയ്യാതെ നല്ല ഒരു എന്താ പറയുക, വോൾട്ടേജും കപ്പാസിറ്റി VRM എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു കപ്പാസിറ്റിയൊക്കെ ഉള്ള, പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള മദർ ബോർഡ് നിങ്ങൾ ഇന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ബാക്കി പാർട്സിൽ ചിലപ്പോൾ ബഡ്ജറ്റ് കുറയ്ക്കേണ്ടി വരും. പക്ഷേ എന്നാൽ പോലും നിങ്ങളുടെ ആ ബേസ് അടിത്തറ നല്ല സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് പാത്ത് ഓപ്പൺ ആക്കിയിട്ടിട്ട് നിങ്ങൾക്കൊരു ഗെയിമിംഗ് PC പണിയാം. അതല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബഡ്ജറ്റ് ചെറുതാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അന്നത്തെ മാർക്കറ്റ് റേറ്റിൽ കിട്ടാവുന്ന മാക്സിമം പാർട്സ് വെച്ചിട്ട് തന്നെ ഒരു അപ്ഗ്രേഡ് പാത്തും ഇല്ലാതെ പണിയുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ യൂഷ്വലി ഈ ഒരു 4 കാര്യങ്ങൾ ആലോചിച്ചിട്ട് വേണം നിങ്ങളൊരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്യാനായിട്ട്. അതായത് ഇതൊക്കെയാണ് എൻ്റെ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് പണിതെടുക്കാൻ വേണ്ടി ഏകദേശം നിങ്ങൾ എന്നിട്ട് പാർട്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ, അതായത് മിനിമം പാർട്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ബഡ്ജറ്റ് ആലോചിക്കുക. ഈ ഒരു ബഡ്ജറ്റ് എനിക്കിപ്പോൾ ഉണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നോക്കണോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വേണം, നിങ്ങൾ ഗെയിമിംഗ് പ്രിഫറൻസ് ആലോചിച്ചിട്ട് വേണം നിങ്ങളൊരു ഗെയിമിംഗ് PC ബഡ്ജറ്റ് ഫിക്സ് ചെയ്തിട്ട് ഗെയിമിംഗ് PC പണിയാനായിട്ട്. അതല്ലാതെ ഒരു റേറ്റ് വെച്ചിട്ട് മാക്സിമം ഒരു പീസ് പണിതെടുത്തതിന് ശേഷം എനിക്ക് നോക്കട്ടെ എൻ്റെ ഗെയിംസൊക്കെ എങ്ങനെയുണ്ടെന്ന്, അത് വളരെ ലേറ്റായി പോകും. അപ്പോൾ ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ ഇതിലും കൂടുതൽ കാര്യങ്ങളുണ്ടായിരിക്കും. നമ്മളുടെ മിസ്റ്റേക്സിൽ നിന്ന് നമ്മളിത് പഠിക്കുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയിച്ചു കൊണ്ടിട്ട് ഈ വലിയ വലിയ മിസ്റ്റേക്കുകളിലേക്ക് പോകാതെ മാക്സിമം പൈസ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കും.